നിങ്ങളെല്ലാവരും കൂടി നിരന്തരം എന്നെ വിഡ്ഢിയാക്കുമായിരുന്നെന്നാ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ജീവിതമാകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നല്ലേ ഇന്ദിരേട്ടാ. സോന അമ്മയെ രക്ഷിച്ചപ്പോ ഞാൻ കരുതിയത് പ്രതിഭയുടെ വയറ്റിലെ ജീവൻ ഇല്ലാതാക്കാൻ അമ്മീനെ ഒന്നും ചെയ്യില്ലെന്നാ. പക്ഷേ അമ്മ ആ തീരുമാനത്തിന് ഇതുവരെ മാറിയിട്ടില്ല ഇന്ദിരേട്ടാ. അത് ചോദ്യം ചെയ്തതിനാ എന്നിന്ന് അമ്മ അപമാനിച്ചു. ആരുടെ കണ്ണി പൊടിയിടാനടി നീ വടിയും പിടിച്ച് നടക്കുന്നേ? തറയിലെ അഴുക്ക് പോണെങ്കിലേ നല്ലോണം അമർത്തി തുടയ്ക്കണം. ഓ, അവിടെ ഒന്നും ഇങ്ങനെ തലോടിയ പോരാ, കുത്തിയിരുന്ന് കൈകൊണ്ട് തുടയ്ക്കണം. ആ പ്രതിഭേ, വേണ്ട, നിനക്ക് പറ്റില്ലെങ്കിൽ നീ ചെയ്യണ്ട. അവക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് അവള് പറയും. നീ ആരുടെ അവക്ക് വേണ്ടി വാദിക്കാൻ? അന്തസ്സുള്ള ആണാണെങ്കിൽ അച്ഛൻ വീട്ടിൽ അട്ടിപ്പേര് കിടക്കാതെ ഭാര്യയും കുട്ടിയും വിളിച്ചോണ്ട് പോയി സ്വന്തം നില ജീവിക്കണം. ശ്യാം, വാ. നീ ഒരെണ്ണം ഒഴിക്ക. ഇന്ദിരേട്ടാ, ഒഴിക്കടാ. ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോയാ എന്തും സംഭവിക്കും. അത് വേണ്ട, രണ്ടെണ്ണം അടിച്ച് ഇവിടെ അങ്ങ് കിടക്കാം. ഒന്നുകൂടെ ഒഴിക്ക്. നീ ഒഴിക്ക്. എന്നിട്ട് ബാക്കി നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ മുഴുവൻ പറയൂ. എല്ലാം കേട്ട് എന്റെ തല പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കട്ടെ.